കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ വലിയ പതനത്തിന് കാരണമായി പെരിസ്ട്രോയ്ക്കയിലൂടെ വലിയ പതനമുണ്ടായി. ആ പതനമുണ്ടായ റഷ്യ തകർന്നുപോയി. ഇപ്പൊ ചൈന സ്വർഗരാജ്യം എന്ന് പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച ചൈനയിലായിരുന്നു. എന്റെ ആകെ ഒരു ഗവേഷണം ആ സ്വർഗരാജ്യത്തൊന്ന് പഠിക്കണമെന്ന്. അതൊരു റിസർച്ചായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായ നേതാവ് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി AK ബാലൻ കൂടെ, CPIയുടെ നേതാവ് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരനുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ രവീന്ദ്രനാഥുണ്ട്. നല്ലൊരു ടീമാണ്. ഔദ്യോഗികമായി തന്നെ പഠിക്കാൻ കിട്ടുന്ന അവസരം ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടാണ്. അവിടെ ഞങ്ങൾക്ക് കണ്ട അനുഭവം എന്താണ്? സത്യത്തിൽ ഇവരിവിടെ നടത്തുന്ന ഈ സമരങ്ങളൊക്കെ അസ്ഥാനത്താണ്. രവീന്ദ്രനാഥ് ഞങ്ങളുടെ കൂടെ വന്നത് എറണാകുളത്ത് അദ്ദേഹം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള റോഡിന് 45 രൂപ ടോൾ കൊടുക്കുന്നതിനെതിരെ സമരം ഉദ്ഘാടനം ചെയ്തിട്ട് വൈകുന്നേരം വിമാനക്കാരെ ചൈനയിൽ ചെന്നപ്പോ ഈറ്റെടുക്കാൻ പോയ പെണ്ണി ഇരട്ട പറ്റതുപോലെ എല്ലാ കവലയിലും ടോൾ കൊടുക്കും. ഏതൊരു ജംഗ്ഷനുണ്ടോ ആ ജംഗ്ഷനിൽ ടോൾ കൊടുത്തിട്ടല്ലാതെ ഒരു വണ്ടിക്കങ്ങ് മുന്നോട്ട് നീങ്ങാനാകില്ല. എല്ലാ റോഡുകളും വിവിധ കമ്പനികൾ നിർമ്മിച്ച ടോൾ കൊടുക്കുന്ന റോഡുകളാണ്. അതിനേക്കാൾ രസവഹം AK ബാലൻ ചില്ലറ വ്യാപാര സമരം ഉദ്ഘാടനം ചെയ്ത കാര്യം തിരുവനന്തപുരത്തുണ്ട്. അവിടെ ചെന്നപ്പോഴോ 50 ഏക്കർ നീണ്ടു കിടക്കുന്ന പച്ചക്കറി തോട്ടം. ഈ പച്ചക്കറി തോട്ടത്തിലെ ഇത്രയേറെ ഉൽപാദനമുള്ള പച്ചക്കറി എവിടെയാണ് വിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വളരെ സിമ്പിളായി മറുപടി പറഞ്ഞു, ഞങ്ങളിത് വാൾമാർട്ടിൽ വിൽക്കും, ദെൻ വാൾമാർട്ട് സപ്ലൈ ടു പീപ്പിൾസ്. അതിനുശേഷം വാൾമാർട്ടാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഞങ്ങൾ വാൾമാർട്ടിനാണ് കൊടുക്കുന്നത്. ഏതാ വാൾമാർട്ട്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഏതൊരു ചില്ലറ വ്യാപാര മേഖലക്കെതിരെയാണോ സമരം നയിക്കുന്നത് ആ വാൾമാർട്ടാണ് ചൈനയിലെ പച്ചക്കറി പോലും നിയന്ത്രിക്കുന്നത്. വാൾമാർട്ടിന്റെ ഷോപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബീജിംഗിന്റെയും ഷാങ്കായിയുടെയും ടിയാൻജിന്റെയും തെരുവുകൾ. എവിടെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്? ഞാൻ ബാലനോട് ചോദിച്ചു, ബാല എന്താ ഈ കേൾക്കുന്നത്? വാൾമാർട്ടാണത്രേ ഇവിടുത്തെ ചില്ലറ വ്യാപാരം, പച്ചക്കറി അടക്കം വാൾമാർട്ട്. ഉടനെ ബാലൻ പറഞ്ഞു, ഞങ്ങളുടെ കഴിഞ്ഞ CPM പോളിറ്റി ബ്യൂറോയുടെ പ്രമേയം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2 ഒരു കോപ്പി എത്തിച്ചു തരാം, ചൈന വലത്തോട്ടാണെന്ന്. ചൈന വലത്തോട്ടാണെന്ന് ഒരു പ്രമേയമെടുത്ത് ജനങ്ങളെ വിഷയങ്ങളാക്കുകയാണ് ഇവർ. എന്തിനധികം ബീജിംഗ് റെയിൽവേ സ്റ്റേഷൻ കാണുക, അവിടുത്തെ എയർപോർട്ട് നിങ്ങൾ കാണുക, എല്ലായിടത്തെയും ക്യാന്റീനുകൾ കൺട്രോൾ ചെയ്യുന്നത് KFC ആണ്, കെൻഡക്കി ചിക്കൻ. KFCയുടെയും സ്റ്റാർബക്കിന്റെയും കോഫി ഹൗസുകളാണ് ചൈനയുടെ തെരുവിൽ. ഏതാ സ്റ്റാർബക്ക്? ഇന്ത്യയിൽ ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ ഒന്ന് ടാറ്റ കമ്പനിയുമായി ചേർന്നുകൊണ്ട് ആദ്യമായി ബോംബെ സ്റ്റാർബക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ചൈനയിലെ മുഴുവൻ തെരുവുകൾ സ്റ്റാർബക്ക് നിയന്ത്രിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ സുന്ദരമായ ഒരു സ്വപ്നഭൂമിയുടെ മുഖമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്തത്. ഒരു ഭാഗത്ത് ആണവ നിലയത്തിനെതിരെ പ്രസംഗിക്കുന്ന സഖാക്കൾ, വെട്ടിത്തിളങ്ങുന്ന ബീജിംഗിന്റെ ആ പ്രഭാപൂരിതമായ ആ വർണ്ണത്തിന് പിന്നിൽ ഉള്ളത് ആണവ നിലയങ്ങളിലെ വൈദ്യുതിയാണ്, ആണവ റിയാക്ടറുകളാണ്. ആണവ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്നാണ് ഇത് വെട്ടിത്തിളങ്ങുന്നത്. അവിടെ ആണവ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഊർജരംഗത്ത് വൻ നേട്ടങ്ങൾ ചൈന കൊയ്തെടുക്കുമ്പോ കൂടംകുളത്തേക്ക് മുണ്ടുപൊക്കി പിടിച്ചിട്ട് കടലിൽ കിടക്കുന്നവരെ കാണാൻ പോയ അച്യുതാനന്ദന്റെ പാർട്ടിയോട് ഇത്തവണ പാർട്ടി കോൺഗ്രസിന് വരേണ്ടതില്ല എന്ന് ചൈന പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഇത്തവണ പാർട്ടി കോൺഗ്രസിന് പോയില്ലല്ലോ, ഇന്ത്യ കമ്മ്യൂണിസ്റ്റിന് ക്ഷണമില്ല. കാരണം ഇവര് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിൽക്കുകയാണ്. ഇവർക്കൊന്നിനും ഒരു കാഴ്ചപ്പാടില്ല. യാതൊരു വികസനത്തെക്കുറിച്ചൊരു വീക്ഷണം ഇവർക്കില്ല. ഒരു രാജ്യം വളരണം. ഇന്ത്യ അങ്ങനെ കേരള മുസ്ലിം ലീഗ് ഇങ്ങനെ നിലപാടെടുത്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. ലീഗിന്റെ കമ്മിറ്റിയിൽ അഹമ്മദ് സാഹിബ് ചെയ്ത പ്രസംഗം. കാരണം ഒരു രാജ്യത്തിന്റെ വളർച്ചക്ക് ഊർജം ഉണ്ടാകണം, എനർജി വേണം. അതിനെതിരെ
ഇവിടെ ഇതൊന്നും നടക്കാൻ പാടില്ല. പിന്നെ ചിലർ ചോദിക്കും, മാതൃഭൂമിയിലെ ലേഖനത്തിൽ ബാലൻ എഴുതി അബ്ദുറഹ്മാൻ ഉണ്ടത്താണ് ഇവിടുത്തെ പള്ളിയിൽ നിന്ന് ഖുർആൻ വാങ്ങി. ശരിയാണ്. എന്താ സംശയം? എങ്ങനെയാണ് ചൈനയ്ക്ക് ആ മാറ്റമുണ്ടായത്? ചൈനയിലെ പള്ളികൾ തുറന്നു കൊടുത്തത് എങ്ങനെയാണ്? ചിലയിടങ്ങളിൽ മതപ്രചാരണത്തിന് ചില നിമിത്തങ്ങളുണ്ടാകും. ബീജിംഗ് ഒളിമ്പിക്സ് ഒരു നിമിത്തമായി. ബീജിംഗ് ഒളിമ്പിക്സിന്റെ ഭാഗമായി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നടക്കമുള്ള കായിക താരങ്ങളും കാണികളും ബീജിംഗിലേക്ക് ഒഴുകുമ്പോ അവർക്ക് പ്രാർത്ഥിക്കാൻ ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. എല്ലാ പള്ളികളും തുറന്നു, ചർച്ചുകൾ തുറന്നു, ബുദ്ധമത കേന്ദ്രങ്ങൾ തുറന്നു. പക്ഷേ തുറന്ന പള്ളികളും ബുദ്ധമത ക്ഷേത്രങ്ങളും ഇപ്പോൾ അടക്കാനാവുന്നില്ല. കാരണം പ്രാദേശികമായ ജനങ്ങളുടെ പ്രവാഹമാണ്. മാവോയുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അടച്ചുപൂട്ടുകയും നിഷേധിക്കുകയും ചെയ്ത മതം 10 മടങ്ങ് ശക്തിയോടെ ചൈനയിൽ പുനർജനിക്കുകയാണ്. എല്ലാവരും മതത്തിലേക്ക് ഒഴുകുകയാണ്. പള്ളികളിലേക്ക് വരുന്ന ജനങ്ങളെ പിടിച്ചു നിർത്താൻ അവർക്കാകുന്നില്ല. ബുദ്ധമത ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ ഒഴുകുമ്പോൾ ആ ബുദ്ധമത ക്ഷേത്രത്തിന്റെ കവാടത്തിൽ ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതും ലാഭക്കച്ചവടമാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുകയാണ്. ഹലാൽ ഇറച്ചി തിന്നണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു. എന്ത് വേണമെന്ന് ആലോചിച്ചു പോളിറ്റ് ബ്യൂറോ, അവിടുത്തെ പോളിറ്റ് ബ്യൂറോ അവസാനം ഒരു തീരുമാനമെടുത്തു. ഹലാൽ ഇറച്ചിയുടെ ഫാക്ടറി തുടങ്ങാം, എന്നാൽ നമുക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ കാശും ഉണ്ടാക്കാം, ഇവിടെ ഇത് വിൽക്കുകയും ചെയ്യാം. അപ്പോഴും കച്ചവടം ഉണ്ടാക്കി.